മുൻ സിനിമാ മന്ത്രി കൂടിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനൊപ്പം ചേരുകയാണ്. ഈ ആരോപണങ്ങൾ, ഓരോ ദിവസവും ആരോപണങ്ങൾ, ഇതിൽ ഏറ്റവും കൂടുതൽ ആരോപണം ഉയർന്നു കേൾക്കുന്നത് CPM-ന്റെ MLA കൂടിയായ മുകേഷിനെതിരെയാണ്. അടിയന്തരമായ നടപടിയെടുത്തില്ലെങ്കിൽ സിനിമാ രംഗത്ത് നിൽക്കുന്ന മുഴുവൻ ആളുകളെക്കുറിച്ചും ആക്ഷേപങ്ങൾക്കിടയാവും. നിരപരാധികളായിട്ട് ആളുകളുണ്ടാകാം, ഈ കുറ്റങ്ങളിലൊന്നും ചെന്നുപെടാത്ത ആളുകളുണ്ടാകാം. പക്ഷെ ഒരു കാർപ്പറ്റ് ബോംബ് പോലെയാണ് ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അത് വരാതിരിക്കാനുള്ള ഒറ്റ മാർഗം ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾക്കെതിരായി അടിയന്തരമായ നടപടി ഗവൺമെൻറ് എടുക്കുക എന്നുള്ളതാണ്. ഗവൺമെൻറ് യഥാർത്ഥത്തിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചു. വിമൻ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറഞ്ഞ് നേരത്തെ തന്നെ ഇതുപോലെ വനിതകൾക്കെതിരായിട്ടുള്ള അതിക്രമത്തെ നേരിടുന്നതിന് വേണ്ടി സംസ്ഥാനത്തെ ഗവൺമെൻറ് UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ടീമിനെ വെച്ചിരുന്നു. ഇന്നിപ്പോൾ ആ വിമൻസ് ഇൻവെസ്റ്റിഗേഷൻ ടീം എന്നുള്ളതിന് കുറച്ചുകൂടി വ്യത്യാസം ഉണ്ടാക്കി മറ്റുള്ള ആളുകളെ കൂടി ക്ലബ് ചെയ്തുകൊണ്ടാണ് ഒരു ടീം ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ടീം വന്നതുകൊണ്ട് മാത്രമായില്ലല്ലോ, അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകണ്ടേ, അവരുടെ സ്കോപ്പ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് പറയണ്ടേ. നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം വരെ ഏത് കാര്യത്തെക്കുറിച്ചാണ് അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായി പറഞ്ഞതായി ജനങ്ങൾക്ക് ബോധ്യമില്ല. ചിലപ്പോൾ വല്ലതും പറഞ്ഞിട്ടുണ്ടാകാം, പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ അതില്ല. അപ്പോൾ അതുകൊണ്ട് ഇവർ അന്വേഷിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ, ഏതെല്ലാം കാര്യങ്ങളിലേക്കാണ് അവർക്ക് കടക്കാൻ കഴിയുക, ഇൻവെസ്റ്റിഗേഷൻ ടീം പ്രവർത്തനം എന്ന് തുടങ്ങും, അതിൻ്റെ ഓഫീസ് എവിടെ ആയിരിക്കും, ആ വിധ കാര്യങ്ങൾ കൂടി ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തണം. അതോടൊപ്പം തന്നെ ഇതിങ്ങനെ ഒത്തിരി ആക്ഷേപങ്ങൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നതാണ്. ശരിയുള്ളതുണ്ടാകാം, ശരിയല്ലാത്തതുണ്ടാകാം. എല്ലാം പ്രഥമദൃഷ്ട്യാ ശരിയാണ് എന്നല്ലേ നമുക്ക് വിശ്വസിക്കാൻ കഴിയൂ. അപ്പോൾ കുറ്റവാളികളായിട്ടുള്ള ആളുകൾ മാത്രം ഇതിൽ കുടുങ്ങുകയും കുറ്റവാളികളല്ലാത്ത ആളുകളെ യഥാർത്ഥത്തിൽ അവരുടെ മുഖം വികൃതമാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള രക്ഷാ കവചം ഒരുക്കുകയും ചെയ്യേണ്ടത് ഗവൺമെൻറ്റല്ലേ. ഗവൺമെൻറ് ഒന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യത്തിന് പെട്ടെന്ന് ഒരു പരിഹാരം എന്നുള്ള നിലയിൽ ഗവൺമെൻറ് ഒരു കടമ്പ കടക്കാൻ വേണ്ടി ചെയ്യുന്ന നടപടിയായിട്ടാണ് ഇപ്പോൾ ഈ പല നടപടികളെക്കുറിച്ചും ജനങ്ങൾ വിലയിരുത്തുന്നത്. ഗവൺമെൻറ് ഈ കാര്യത്തിൽ ആത്മാർത്ഥമായി വിശ്വസിച്ച് പറയുന്ന കാര്യങ്ങളല്ല. ആയിരുന്നു എങ്കിൽ അവർ നിശ്ചയമായും ഇതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസ്, ഏതെല്ലാം കാര്യത്തെക്കുറിച്ച് പ്രവേശിക്കും, എന്തെല്ലാം നടപടികളെടുക്കും, ഈ കാര്യങ്ങളൊന്നും വീണ്ടും ഈ മൂന്നാം ദിവസം ഞങ്ങൾ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല, അന്ന് തന്നെ ചെയ്യേണ്ടതായിരുന്നു. ഈ മുകേഷിൻ്റെ കാര്യത്തിൽ അതൊരു സാമാന്യ യുക്തിക്ക് നിരക്കുന്നതാണെങ്കിൽ, ധാർമ്മികതയ്ക്ക് നിരക്കുന്നതാണെങ്കിൽ അദ്ദേഹം രാജിവെച്ച് അന്വേഷണത്തെ നേരിടുക എന്നുള്ളൊരു നിലപാടാണോ പ്രതിപക്ഷത്തിനുള്ളത്? സാധാരണഗതി ചെയ്യേണ്ടത് അതല്ലേ. ഒരാക്ഷേപം വന്നു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യണമെന്നുള്ളതല്ലേ മാർക്സിസ്റ്റ് പാർട്ടി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അവരിതിനു മുമ്പ് എടുത്തിട്ടുള്ള നിലപാടുകളുണ്ട്. ആ നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായി എന്തേ ഈ കാര്യത്തിൽ CPM വന്നു നിൽക്കാൻ കാരണം, അതവർ ജനങ്ങളോട് വിശദീകരിക്കണം. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ സ്ഥിതി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. ജനങ്ങളുടെ മുമ്പിൽ ഒത്തിരി സംശയങ്ങൾ നിൽക്കുകയാണ്. അതുകൊണ്ട് അടിയന്തരമായി ഈ കാര്യത്തിലൊക്കെ നടപടിയെടുക്കണം. ഗവൺമെൻറ്റിൻ്റെ പകുതി സമ്മതം എന്നൊരു മട്ട് ഈ കാര്യത്തിൽ ഒട്ടും ഗുണകരമല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തുകൊണ്ടാകാം ഇത്രയും ആരോപണങ്ങൾ ഉയർന്നിട്ട് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഉയർന്നത് മുകേഷിനെതിരെയാണ്. അദ്ദേഹത്തിന് രാജിവെക്കേണ്ടതില്ല. കാരണം അതിന് ഉദാഹരണമായി ഇപ്പുറത്ത് പറയുന്നത് നേരത്തെ എൽദോസ് കുന്നപ്പള്ളി MLA-ക്കെതിരെയുള്ള ആരോപണങ്ങൾ അടക്കമുള്ള കാര്യങ്ങളാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് പ്രതിരോധിക്കുന്നതിന് വേണ്ടി. അങ്ങനെയാണോ വേണ്ടത്? അതെന്തുകൊണ്ടാകാം മുകേഷിനെ ഇത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നത്? അപ്പോൾ ആരെ പിടിച്ച് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ള ആർഗ്യുമെൻ്റല്ലേ ഇപ്പോൾ പറയുന്നത്. അവരോരോരുത്തരുടെ പേര് പറയുകയാണ്. ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ കാര്യത്തിൽ CPM എടുക്കുന്ന പൊളിറ്റിക്കൽ ലൈനാണ് പ്രധാനപ്പെട്ട കാര്യം. എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ അവരൊരു ലൈൻ പറഞ്ഞിരുന്നല്ലോ, ഈ കാര്യത്തിൽ അവർ ആ ലൈൻ മറന്നല്ലോ. മാത്രമല്ല ഇതിനു മുമ്പുള്ള പല കാര്യങ്ങളിലും അവരൊരു ലൈൻ പറഞ്ഞിരുന്നല്ലോ. ഇപ്പം മാത്രം അവർ ആ ലൈൻ മറക്കുകയാണല്ലോ. അപ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ ഇരട്ട മുഖമാണ് ഉണ്ടാകുന്നത് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ പ്രതിപക്ഷം, കോൺഗ്രസ്, അതൊരു പ്രതിപക്ഷം എന്നതിനപ്പുറം സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിലേക്ക് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, അതോ ഇത്തരം പ്രതികരണങ്ങളിൽ ഒതുങ്ങുകയാണോ കോൺഗ്രസ്? അല്ല, ഇപ്പോൾ തന്നെ ഡയറക്റ്റ് ആക്ഷൻ പലയിടത്തും തുടങ്ങിയല്ലോ. പല സ്ഥലങ്ങളിലും ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ കൊല്ലത്ത് നടന്നില്ലേ, തിരുവനന്തപുരത്ത് നമ്മുടെ യൂത്ത് കോൺഗ്രസിൻ്റെയും മറ്റ് പ്രവർത്തകരെല്ലാവരും ചേർന്ന് അവരുടെ പ്രതിഷേധം അറിയിച്ചില്ലേ, കൊച്ചിയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ശക്തമായ പ്രതികരണം കാണിച്ചില്ലേ.
കേരളത്തിലൊട്ടാകെ ആ പ്രതികരണങ്ങൾ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്തേക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ഇവിടെ ജില്ലാ കളക്ടറേറ്റിന് മുമ്പിൽ ധർണയ്ക്ക് വേണ്ടി ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളിലും മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ഒരു പ്രതികരണം ഉണ്ടാകുന്നില്ലെങ്കിൽ അങ്ങനെ രക്ഷപ്പെടുത്തി കളയാം എന്നൊരു മട്ടിലാണ് മാർക്സിസ്റ്റ് പാർട്ടി നീക്കുന്നത്. അങ്ങനെ വിടുന്ന പ്രശ്നമേ ഇല്ല. ഇതുമായി മുന്നോട്ട് പോകും, ശക്തമായ സമരപരിപാടികളുമായി പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. ഒപ്പം തന്നെ ആരോപണം ഉയർന്നവർ അത് ഏതെങ്കിലും ഒരു സ്ഥാനത്തുള്ളവരാണെങ്കിൽ അവരുടെ രാജി ആവശ്യം ശക്തമാക്കും. ഉറപ്പാണ്. ഈ കാര്യമൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല. അവർ കൃത്യമായി അത് ചെയ്യേണ്ടതായിരുന്നു. എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കാരണം ഇവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പണ്ട് അതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ നാഷണൽ ലൈൻ എന്താണ്? ഇതുപോലുള്ള കാര്യങ്ങളിൽ അവരെടുത്തിരിക്കുന്ന നാഷണൽ കമ്മിറ്റി എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ എന്താണ്? ആ തീരുമാനങ്ങളെല്ലാം ഇമ്മീഡിയറ്റ് ആയിട്ട് രാജിവെക്കുക എന്നുള്ളതല്ലേ. പക്ഷേ ഇവിടെ മാത്രം എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് തൻകുഞ്ഞ പൊൻകുഞ്ഞ് ആ നിലപാടിൽ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടി മാറി യഥാർത്ഥത്തിലുള്ള സത്യസന്ധതയോടുകൂടിയ ഇൻവെസ്റ്റിഗേഷൻ നടത്തി കുറ്റക്കാരെ കണ്ടുപിടിക്കുന്നതിന് പോകണം. അതിനുവേണ്ടിയുള്ള സാഹചര്യം ഒരുക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന.